ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏത് സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉടനീളം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചത് നിന്ന് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണോ, എന്താണ് ഇപ്പോഴുള്ള നിങ്ങളുടെ എനർജീസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിന് മുൻകൈ എടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയായിരിക്കണം. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പെട്ടെന്ന് അവർ മുൻപിൻ നോക്കാതെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന് വീണതായിട്ടാണ് കാണുന്നത്. അത്രത്തോളം ഒരു എനർജിയോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും താല്പര്യം ഇല്ലാതിരിക്കുന്നൊരവസ്ഥയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലാതിരിക്കുന്നൊരു സമയമോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ അത്രയധികം ഒരു എനർജിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നു, അല്ലെങ്കിൽ നിങ്ങളെയും കൂടി പറഞ്ഞ് കൺവിൻസ് ആക്കി ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു വ്യക്തിയായിരിക്കണം. ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു മുൻപിൻ നോക്കിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ചിലവർ എന്ന് പറയുമ്പോൾ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇനി അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ ആലോചനകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഇടിപിടിയിൽ നടക്കുക നമ്മൾ പറയില്ല, അതുപോലെയുള്ളൊരു വിവാഹമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പ്രണയിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും എല്ലാം പെട്ടെന്ന് നിങ്ങൾ പോലും ഓർക്കാപ്പുറത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണതായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതുവരെ നിങ്ങളുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഒരു ജീവിതം തന്നെ എങ്ങനെയാണോ അതെല്ലാം മാറ്റിമറിച്ചത് ഈ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ഒരു പുതിയ തുടക്കം, അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കുക. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോഴേ ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടീസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള പല കാര്യങ്ങളിലും ഒരു ഡിഫറൻസ് ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരായിരിക്കാം ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിലനിന്നിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്റ്റേണൽ ഫാക്ടർ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ആദ്യകാലങ്ങളിൽ നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യകാലം മുതൽ അറിയാമായിരിക്കാം ഈ ഇന്ന വ്യക്തികൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു പാരയായിട്ട് വരാൻ സാധ്യതയുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ കൊണ്ട് നമ്മളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ദോഷമുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ആദ്യമേ തന്നെ അറിയുന്നൊരു കാര്യമായിരിക്കും. അതായത് ഇത്രയും ഒരു സ്ട്രോങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും തുടക്കം മുതലേ അതിനകത്ത് ഒരു തേർഡ് പാർട്ടി സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി നാളെ ഒരു വെല്ലുവിളിയായിട്ട് വളരുന്നോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ അത് മോശമായിട്ട് ബാധിക്കുന്നു എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഓർത്ത് വറി ചെയ്തിട്ടുണ്ടാവില്ല. അതെല്ലാം വരുമ്പോഴല്ലേ, അല്ലെങ്കിൽ അപ്പോൾ നോക്കാം എന്നുള്ളൊരു രീതിയിലായിരിക്കാം പോയിട്ടുള്ളത്. അത്രയധികം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ ദൃഢമാക്കാനാണ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പാസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, നിങ്ങളെക്കാൾ ഉത്സാഹം അല്ലെങ്കിൽ നിങ്ങളെക്കാൾ എനർജറ്റിക് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണാണ്. കാരണം ഇവരുടെ ലൈഫിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പായിരുന്നു. അപ്പോൾ മാക്സിമം ടൈം അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും മാറ്റിവെച്ച് ഇത് ഏറ്റവും നന്നാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടിയ ഒരു ട്രഷറാണെന്നുള്ള രീതിയിൽ ഫുൾ ഫോക്കസും നിങ്ങൾക്ക് തന്നിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണോ എന്ന് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത്. ചിലപ്പോൾ അന്ന് നിങ്ങൾക്ക് സോൾമേറ്റോ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം എന്നൊന്നും പറഞ്ഞാൽ അറിയാത്തൊരു സമയമായിരിക്കും. എങ്കിൽ പോലും ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം, എൻ്റെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ഞാൻ കാത്തിരുന്നത് ഈ ഒരു വ്യക്തിയാണ്, ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തെന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം, ആ ഒരു പേഴ്സണും ഉണ്ടായിട്ടുണ്ടാവാം. കാരണം രണ്ടു പേർക്കും മറ്റാരെയും ഇതിന് പകരമായിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് കഴിയില്ല. അതുപോലത്തെ ഒരു
റിലേഷൻഷിപ്പ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന എനർജീസ് ആണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം വ്യക്തികൾക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികൾ തന്നെയായിരിക്കും. ആ ഒരു ബോണ്ടിങ് അത്രത്തോളം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാസ്റ്റ് എനർജി നമുക്ക് ഈ ഒരു തരത്തിലാണ് കാണുന്നത്. അപ്പോൾ കറൻ്റ്ലി ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്രയും അധികം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അത് വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ അത്രയധികം ഗൗനിക്കാതെ പോന്നിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യത്തിൽ എത്തിക്കാനായിട്ട് കാരണമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു തേർഡ് പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി നാളെ നമ്മളുടെ റിലേഷൻഷിപ്പിനൊരു വെല്ലുവിളി ആയേക്കാം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഇത്രയും ഭീകരമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർത്ത് കളയാൻ മാത്രമുള്ള സംഗതികൾ അതിനകത്ത് ഉണ്ടാവും എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അത് മാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ചിലപ്പോൾ രണ്ടുപേർക്കും ഈ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ച് ഓർത്ത് വളരെയധികം നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയെ കണ്ടിട്ടുള്ളത്. അതായത് ഇതിനകത്ത് വളരെ കെയർലെസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. നമ്മളൊട്ടും ഗൗനിക്കാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ പിന്നീട് നമുക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കുകളോ അല്ലെങ്കിൽ നമ്മളുടെ ചില പ്രവൃത്തികളോ ചില കാര്യങ്ങൾ നമ്മൾ മൂന്നാമതൊരാളെ അറിയിക്കുകയോ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് വളരെ കാഷ്വലായിട്ട് ചെയ്ത് വിടുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ പിന്നീട് അതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുപോലെയുള്ള ആ ഒരു കെയർലെസ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒട്ടും ഗൗനിക്കാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാത്രമായിരുന്നു നിങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു എനർജി വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റിനുമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തികളിൽ നിങ്ങൾ അത്രത്തോളം എഡിക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറമേയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പുറത്തുള്ള സംഭവങ്ങളോ ഒന്നും കൂടുതലായിട്ട് മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഇപ്പോഴുള്ള നിലയിൽ എത്തി നിൽക്കുന്ന റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആയാലും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കോൺട്രിബ്യൂഷൻ ആയാലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കൈപ്പഴയും മണ്ടത്തരവും ഒക്കെ ഇപ്പോഴുള്ള ഈ അനുഭവത്തിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല, നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിനു വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ ഇപ്പോൾ ഉള്ളൊരു രീതിയിൽ ആർക്കെങ്കിലും വേണ്ടി ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്തതായിരിക്കും. കാരണം അത്രത്തോളം ഒരു ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ അത്രയും വിശ്വസിച്ച് നടന്നിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ട് നടന്നിരുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ചിലപ്പോൾ വളരെ അനിഷ്ടകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളോട് ഇങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ ചിലപ്പോൾ ആ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. അതായത് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ നനച്ചിരിക്കാതെ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വരിക, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വിശ്വസിച്ച് വ്യക്തിയിൽ നിന്ന് തന്നെ ഒരുപാട് തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ പലർക്കും അത് ഓവർകം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ചിലപ്പോൾ നമ്മളുടെ ഒരു ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മളെ തീരെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തി നമുക്കെതിരെ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്തു വരാൻ സാധിക്കും. കാരണം നമുക്ക് ഓൾറെഡി അറിയാം അവർക്ക് നമ്മളെ ഇഷ്ടമില്ല. പക്ഷെ അതുപോലെയല്ല നമ്മളെപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ലൈഫിലും കൂടെ കാണും എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു വ്യക്തി നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും നമ്മളൊന്ന് നോവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം അത്രയധികം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ കടന്നു പോയി എന്നുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും അവസ്ഥ എന്ന് പറയുന്നത് രണ്ടുപേരും രണ്ട് ഭാഗത്തായിരിക്കും. രണ്ടുപേരും തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനോ കണക്ഷനോ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. നമ്മളൊരു കൊടുങ്കാറ്റിന് ശേഷമുള്ള ഒരു ശാന്തത എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഒരു ട്രോമ, അതിന് ശേഷമുള്ള ഒരു ലൈഫാണ് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇനി ഇതിനകത്ത് ഇനി അനുഭവിക്കാനൊന്നും ബാക്കിയില്ല, അല്ലെങ്കിൽ ഇനി കരയാൻ കണ്ണീരില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അത്രയും നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആദ്യമേ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു അന്താളിപ്പും അമ്പരപ്പൊന്നും ഇപ്പോൾ ഉണ്ടാവണമെന്നില്ല. നിങ്ങളത് വളരെയധികം ശാന്തമായി കഴിഞ്ഞു. അല്ലാതെങ്കിൽ പൊരുത്തപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് പൊരുത്തപ്പെട്ടു. നിങ്ങളുടെ ലൈഫിൽ എന്താണോ സംഭവിച്ചത്, എന്താണോ വന്ന് ഒരു സന്തോഷമായിട്ട് നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നത്, എന്നാൽ എന്താണോ എത്രയും വിഷമിപ്പിച്ചിട്ട് നിങ്ങളിൽ നിന്ന് പോയി കളഞ്ഞത്, എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ മനസ്സ് അംഗീകരിക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ശാന്തത എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു മുന്നോട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം യൂണിവേഴ്സിന് സമർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് പേരിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് യാതൊരു ആക്ഷനും എടുക്കുന്നില്ല. അവരാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വരുന്നുണ്ടാവില്ല. നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ തേടി അല്ലെങ്കിൽ ആ ഒരു പഴയ ഒരു ഈഗർനെസ്സിൽ പോകുന്നുണ്ടാവില്ല. രണ്ടുപേരും ശാന്തമായിട്ട് രണ്ട് സ്ഥലത്തിരിക്കുകയാണ്. പക്ഷെ തീർച്ചയായിട്ടും ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ട്, അല്ലെങ്കിൽ വീണ്ടും ഞങ്ങളുടെ ലൈഫിൻ്റെ ഒരു ക്രോസ് റോഡ്സിൽ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിനകത്തുണ്ട്. ഇപ്പോൾ കറൻലി പോലും നിങ്ങൾക്ക് യാതൊരു അഷുറൻസും ഉണ്ടാവില്ല ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു ലൈഫ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇനി വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുമോ എന്നുള്ള യാതൊരു ഉറപ്പും നിങ്ങൾക്കില്ല. പക്ഷെ എവിടെയോ മനസ്സിനകത്തുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു ജെന്യുവിനിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾ കാണിച്ചിട്ടുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും ആയിരിക്കാം എപ്പോഴെങ്കിലും യൂണിവേഴ്സ് എനിക്കിത് കൊണ്ടുവന്ന് തരും, അല്ലെങ്കിൽ ഇതെനിക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടില്ല എന്ന് നിങ്ങളെ ചിന്തിപ്പിക്കുന്നത് ആ ഒരു കാര്യമായിരിക്കാം. ഇപ്പോൾ ഈ ഒരു റീഡിംഗ് പോലും നിങ്ങളുടെ അടുത്തില്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിനകത്ത് ഉള്ളതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിനകത്ത്, അല്ലെങ്കിൽ ആ ഒരു മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പും നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതും ആ ഒരു പഴയ റീയൂണിയൻ ഉണ്ടാവുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിംഗ് ഇതുവരെ കേട്ടതിൽ നിന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങളുടെ ഒരു അശ്രദ്ധ, അല്ലെങ്കിൽ ഒരു ഓവർ കോൺഫിഡൻസ് എല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നും ചില മിസ്റ്റേക്കുകളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ചിലരെ അന്ധമായിട്ട് വിശ്വസിച്ചത് കൊണ്ടാണ് ഇപ്പോഴുള്ള ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു നിലയിൽ എത്തിയത് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ചിലപ്പോൾ ഒരുപാട് പേർക്കൊന്നും ഇത് റെസനേറ്റ് ആവണമെന്നില്ല. നമ്മൾ പറഞ്ഞതുപോലെ ആദ്യമേ മുതലേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാന്നിധ്യമുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു. പക്ഷേ നിങ്ങളത് കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ആ ഒരു പ്രതീക്ഷയിൽ ജീവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്, പ്രത്യേകിച്ച് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു അവസരത്തിൽ, അല്ലെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എങ്ങനെയാണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോയത്, അല്ലെങ്കിൽ എവിടെയാണോ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയത്, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കറൻലി പോലും പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും രണ്ട് ഭാഗത്താണ്. ഒരുപാട് പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും രണ്ടുപേരും ആക്ഷൻ എടുക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു ഡിവൈൻ ടൈം ആവട്ടെ, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നടത്തി തരട്ടെ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് ശരിയാവും എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു തോന്നൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ എന്താണോ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. എങ്ങനെയാണോ ഇവർ പോയത്, അല്ലെങ്കിൽ എവിടെയാണോ നിർത്തിയത്, അവിടെ നിന്ന് വീണ്ടും തുടങ്ങാനായിട്ട് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ബാക്കി പറയുന്നതിന് മുൻപ് നമുക്ക് ആ ഒരു മെയിൻ ഒറാക്കിൾ കാർഡ്സിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന 3 കാർഡ്സ് എന്ന് പറയുന്ന ഒരെണ്ണം ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് ആണ്, ഒരു കാർഡ് എന്ന് പറയുന്നത് മൂവിങ് ഓൺ ആണ്, ആൻഡ് ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഡെസ്റ്റിനിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ രണ്ടുപേരുടെ, നിങ്ങളുടെ മാത്രമല്ല ആ ഒരു പേഴ്സൻ്റേതാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുന്നത്, അല്ലെങ്കിൽ സഫലീകരിക്കേണ്ടത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു കംപ്ലീറ്റ്നെസ്, ആ ഒരു പൂർണ്ണത കൊടുക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് മാത്രമേ കഴിയുള്ളൂ. ഒരു ഫുൾഫിൽമെൻറ്റ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്താണുള്ളത്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മളെ അത്രത്തോളം ആ ഒരു ഭ്രമിപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ നമ്മൾ അതിനകത്ത് പോവുകയാണ്. അപ്പോൾ ചില സമയത്ത് യൂണിവേഴ്സായിട്ട് തന്നെ നമ്മളൊരു കാര്യത്തിൽ വളരെയധികം അഡിക്റ്റായി പോകുന്നു, അല്ലെങ്കിൽ വളരെ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയെല്ലാം പോകുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു അഡിക്ഷൻ ഒന്ന് കുറയ്ക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ചില ലെസൺസ് നമ്മൾ അതിൽ നിന്ന് പഠിക്കാൻ, നമ്മളുടെ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ അനുഭവിക്കാൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്രയും ഒന്ന് അഡിക്റ്റ് ആകുമ്പോഴത്തേക്കും ഒന്ന് നമ്മളെ തട്ടിയിടും. കാരണം ആ ഒരു അഡിക്ഷനിൽ നിന്ന് നമ്മൾ കയറി വരാനാണ്. വീണ്ടും നമ്മൾ നമ്മളുടെ കാലിൽ എപ്പോൾ നിൽക്കാൻ തുടങ്ങുന്നോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീഴ്ചകളിൽ നിന്നാണ് പഠിക്കുക എന്ന് പറയില്ലേ, ആ ഒരു ലെസൺ പോലെ, അല്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരീക്ഷണമാണ് ചില കാര്യങ്ങൾ. അതുപോലെയുള്ള ഒരു കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നടക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫ് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു നല്ലൊരു ഭാഗം നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോവാതിരിക്കുക. കാരണം നമ്മൾ വീണ്ടും സെയിം പാത്ത് തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അതേ അനുഭവങ്ങൾ തന്നെ റിപ്പീറ്റായി വന്നുകൊണ്ടിരിക്കും. കാരണം ഇവിടെ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ, അല്ലെങ്കിൽ നിങ്ങൾ പേടിക്കുന്നത് പോലെ ഒരിക്കലും
ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ട് അകന്നു പോകില്ല. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് കറങ്ങി തിരിഞ്ഞ് വരും. എവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞാലും, എത്ര പ്രാവശ്യം ഇതിൽ നിന്ന് മൂവിങ് ഓൺ ആയിട്ട് പോയാലും ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കയറി വരും. കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. നിങ്ങൾ രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു സൈക്കിൾ പോലെയാണ്. നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു, വീണ്ടും നമ്മളൊരു ഡോറിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഡോറിലൂടെ നമ്മൾ വീണ്ടും എൻ്റർ ചെയ്യുന്നത് ഇതിനകത്ത് തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു പാറ്റേണിലാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്. സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. സാഹചര്യങ്ങൾ നിങ്ങൾ അകറ്റി, അല്ലാന്നുണ്ടെങ്കിൽ ചില നിങ്ങളുടേതായിട്ടുള്ള മണ്ടത്തരങ്ങൾ കൊണ്ട് പല സംഭവങ്ങൾ ഇതിനകത്തുണ്ടായി. എന്ത് തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇനി ഈ ഒരു റിലേഷൻഷിപ്പിന് മുന്നോട്ടൊരു പോക്കില്ല, അല്ലെങ്കിൽ ഇത് എൻ്റെ ആയത് നിങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളെ സംബന്ധിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളെ പരിചയമുള്ളവരോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഒരു തേർഡ് പാർട്ടിയോ സമാധാനിച്ചിരുന്നു കഴിഞ്ഞാൽ പോലും വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് കറങ്ങിത്തിരിഞ്ഞ് ഓണായിട്ട് വരും. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും ചിലപ്പോൾ ഇതിനകത്ത് തേർഡ് പാർട്ടികൾ ഉണ്ടായിന്ന് വരാം, പല വെല്ലുവിളികൾ നിങ്ങൾക്ക് ഉണ്ടായിന്ന് വരാം, പല സംഭവങ്ങളും നിങ്ങളുടെ ലൈഫിനകത്ത് വീണ്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ലെസൺസ് പഠിക്കുന്നതിനോ എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഉണ്ടായിന്ന് വരാം. പക്ഷേ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിൽ നിന്ന് അവരെയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങളെയോ പറിച്ചറിഞ്ഞ് മാറ്റാനായിട്ട് ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് ഇടയ്ക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒപ്പം ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ആ ഒരു വിഷമതകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനിയും നിങ്ങളുടെ ലൈഫിൽ ഇത് ഉണ്ടായിന്നും വരാം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പറഞ്ഞതുപോലെ നമ്മളുടെ ലൈഫിൽ ഒരു അനുഭവം വന്നപ്പോൾ നമ്മൾ പഠിച്ച ആ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില നമുക്ക് പറ്റിയിട്ടുള്ള മണ്ടത്തരങ്ങൾ, അതൊന്നും നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് നിങ്ങൾ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരാനായിട്ട് ഒരു ലൂപ്പ് പോലെയുള്ള സാധ്യതയുണ്ട്. നമുക്ക് യൂണിവേഴ്സ് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചില അനുഭവങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണൊപ്പമുള്ള ഒരു ലൈഫ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി ഫാമിലി ആയിട്ട് ഇരുന്ന ഒരു വ്യക്തികളാണ്, അല്ലെങ്കിൽ അതുപോലെ കണ്ടിട്ടുള്ളൊരു ബന്ധമാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലാന്നുണ്ടെങ്കിൽ പോലും അത്രയും തീക്ഷ്ണമായിട്ടുള്ള ബന്ധമാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതേപോലെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് തുടരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഡിവൈൻ ഹാൻഡ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു എനർജിയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സൈക്കിൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് വേദനകളൊക്കെ അനുഭവിച്ചപ്പോൾ ഇതിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോയാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി വേണ്ട, ഞാൻ മനസ്സുകൊണ്ട് അങ്ങനെ തയ്യാറെടുക്കാൻ പോകണു എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്ന ആ ഒരു സമയമായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഓർമ്മകൾ പതിവൊന്നും ഇല്ലാത്തതുപോലെ തന്നെ ചിലപ്പോൾ കയറി വരുന്നത്. അത്രയും തീക്ഷ്ണമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഇതിൽ നിന്ന് ഇറങ്ങി പോരണം എന്ന് മനസ്സ് പറഞ്ഞ് നിങ്ങളങ്ങനെ ഇറങ്ങി പോരാൻ ശ്രമിക്കുന്ന ഒരു സമയത്തായിരിക്കും. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് കഴിയാത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പല പരീക്ഷണങ്ങളും വരുമ്പോഴത്തേക്ക് ഇത് വേണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മനസ്സിനകത്തുനിന്ന് നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിൽ നമ്മളുടെ പേഴ്സണുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് ആ ഒരു ബന്ധം അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ മാനസികമായിട്ട് എപ്പോഴാണോ അത് ഉപേക്ഷിച്ച് പോരുന്നത് അപ്പോഴാണ് അത് യഥാർത്ഥത്തിൽ അവസാനിച്ചു എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ മനസ്സ് അതിൽ നിന്ന് പടിയിറങ്ങി പോരുമ്പോൾ, നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സുകൾ പടിയിറങ്ങി പോന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും അതിനകത്തില്ല, പ്രത്യക്ഷത്തിലില്ല. പക്ഷേ തീർച്ചയായിട്ടും മാനസികമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്യൂച്ചറിലും ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് പ്രകാരം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിനകത്ത് മൊത്തത്തിലുള്ള ഓവറോൾ എനർജീസ് വന്നുകൊണ്ട് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ആകെ ഒരു ടോട്ടലായിട്ടുള്ള ആ ഒരു എനർജീസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് ക്ലൂസ് ഒന്നും എടുക്കണ്ട. നിങ്ങളുടെ ഒരു പാറ്റേൺ ആയിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ഇതിന് സാമ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. ഈ ഒരു പേഴ്സണെ ഒരുമിച്ചുള്ള ആ ഒരു ലൈഫിനായിട്ട് നിങ്ങൾക്കിവിടെ ധൈര്യമായിട്ട് മാനിഫെസ്റ്റേഷൻസ് ചെയ്യാം. കാരണം നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളൊരു പേഴ്സൺ തന്നെയാണ്. നിങ്ങൾക്ക് അതിന് തക്കതായിട്ടുള്ള ഒരു റിസൾട്ടും ഉണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ വീഴ്ചകളിൽ നിന്ന് നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനിയും നമ്മൾ ഒരിക്കൽ സംഭവിച്ച അബദ്ധങ്ങൾ വീണ്ടും നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളിലും ഉണ്ടാവാതെ നമ്മളായിട്ട് തന്നെ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിലും ഒരു പഠിക്കാത്ത കുട്ടിയെ എപ്പോഴും ടീച്ചർ വീണ്ടും വീണ്ടും എക്സാം ഇട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് ശരിയാവുന്നത് വരെ നമ്മൾ അതിന് പരീക്ഷകൾ കൊടുക്കും. ജയിച്ചു പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ജയിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ്, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ പോവുകയാണ്. അപ്പോൾ ഇതേ അനുഭവങ്ങൾ തന്നെയാണ് നമുക്കും. നമ്മൾ വീഴ്ചകളിൽ നിന്ന് പഠിക്കാതിരിക്കുന്നിടത്തോളം കാലം വീണ്ടും 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 നമുക്ക് ഇതേ അനുഭവങ്ങൾ വരും.
അപ്പോൾ ഒരു പരിധി വരെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സെക്യൂർനെസ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റീഡിങ് ഇത്തരത്തിലാണുള്ളത്. അപ്പോൾ ഒരിക്കലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ട് പോകും, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എൻഡ് ആണെന്നുള്ളത് ഈ ഒരു എനർജിയുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.